നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സോറി, വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതൊരു താൽക്കാലിക വിഷമം മാത്രമാണ്. എന്താ ഡോക്ടർ, എന്താ ഇഷ്യൂ? ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ പല്ലവിയുടെ ആരോഗ്യസ്ഥിതി ഇത്തിരി മോശമാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളിപ്പോ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യണ്ട. കുറഞ്ഞത് 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പൊ കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചാൽ പ്രസവം പ്രയാസമാകും. പ്രസവ സമയത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് വലിയ ആപത്ത് സംഭവിച്ചേക്കാം. ഡോക്ടർ അങ്ങനെ പറയരുത്. എനിക്ക് ഉടനെ ഒരു കുഞ്ഞിനെ വേണം. മോളെ, ഇത് ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് ഞാൻ എന്തിനാ വെറുതെ തടസ്സം പറയണം? ഈ റിസൾട്ടുകൾ കണ്ടില്ലേ? ഈ റിസൾട്ടുകൾ നോക്കിയിട്ടാണ് 2 വർഷത്തിനുള്ളിൽ കുഞ്ഞിനു വേണ്ടി ശ്രമിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ജീവൻ പണയം വെച്ച് അമ്മയാവാൻ ശ്രമിക്കണോ? 2 വർഷം മെഡിസിൻ ഒക്കെ കഴിച്ച് ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്ക്. എന്നിട്ട് ധൈര്യമായി കെയർ ചെയ്ത് പ്രസവിക്കാമല്ലോ. പെട്ടെന്ന് കുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് എന്റെ അഡ്വൈസ് തള്ളിക്കളയരുത്. ഒരു കുഞ്ഞിന് വേണ്ടി ഉടനെ അറ്റംപ്റ്റ് നടത്തരുത്. അത് വിപിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനത് കരുതിയോളാം ഡോക്ടർ. പല്ലവിയുടെ ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്ത സ്ഥിതിക്ക് 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ മതി. മോള് വിഷമിക്കാതിരിക്കേ. 2 വർഷം കണ്ണടച്ച് തുറക്കും മുമ്പേ അങ്ങ് പോകില്ലേ? 2 പേരും സമാധാനമായിട്ടിരിക്കും. പ്രിസ്ക്രിപ്ഷൻ ഞാൻ വാട്സപ്പിലിടാം. മെഡിസിൻ എല്ലാം പല്ലവിക്ക് മുടങ്ങാതെ കൊടുക്കണം. ശരി ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഹലോ വിപിൻ. ഹലോ ഡോക്ടർ, വളരെ ഉപകാരം. എനിക്ക് വേണ്ടി എന്റെ ഭാര്യയോട് കള്ളം പറഞ്ഞതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. വിപിൻ, ഇതൊന്നും ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ വിപിൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത്. അതെനിക്കറിയാം ഡോക്ടർ. അതെ വിപിൻ, കൂടുതൽ ദിവസമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കബളിപ്പിക്കാൻ പറ്റില്ല. അത് ഓർമ്മ വേണം. നിങ്ങൾ അറിയാതെ പല്ലവി വേറെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നെ ഒരിക്കലും നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കരുത്. അതൊന്നും ഉണ്ടാവില്ല ഡോക്ടർ. ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി ശരി, ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.